ഹരി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഹരിയെ ദൈവം അയച്ചതാന്നൊക്കെയാ അവര് പറയുന്നത്. എല്ലാവരുടെ അവസ്ഥ നമുക്കറിയാലോ. എല്ലാവരും ഹരിയുടെ ഒപ്പമുണ്ട്. ഇതിപ്പോ ചെറിയ തുടക്കം മാത്രമല്ല അമ്മ. ഹരിസാറിന്റെ പ്ലാൻ വന്ന് സക്സസ് ആയി കളിഞ്ഞ അവരെല്ലാം വന്ന് പെരിയ ആൾക്കാരായി മാറിടും. എല്ലാം നന്നായിട്ട് നടക്കട്ടെ ശരവണ. നമ്മളെ കൊണ്ട് ആകും വിധം മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്നതിനേക്കാളും വലിയ കാര്യം ഈ ഭൂമിയിൽ വേറെ എന്താ ഉള്ളേ? അത് ശരിയാ രാമകൃഷ്ണേട്ടാ. അയ്യ, ഇനി നമുക്കെല്ലാം പിടിപ്പത് പണിയായിരിക്കും ഇല്ല? ചെയ്യാൻ ശരവണ. സത്യത്തില് വെറുതെ ഇരുന്നപ്പോ വേര് ഉറച്ചു. പഴമൊഴിയാടാ മലയാളത്തില്. പഴമൊഴിയായിരുന്ന അല്ല, ഇതിപ്പോ ഒരു അനുഗ്രഹമായിട്ടാ ഞാൻ കാണുന്നേ. അമ്മ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമ്മ. ശരിയാ, വേറൊറച്ചി എന്നാ പഴമൊഴിയത്. രാമകൃഷ്ണേട്ടാ, ഞാൻ കുറച്ച് കാര്യങ്ങൾ മോളോട്. അതിനെന്താ? മോള് വാ. എന്താ അമ്മേ? ഹരിയുടെ കൂടെ പോവാൻ പറ്റാത്തതില് വിഷമമുണ്ടോ നിനക്ക്? എന്തിന്? ഞാൻ പറഞ്ഞില്ലേ, അറിയാത്ത കാര്യത്തിന് ഞാൻ ചെന്നിട്ട് എന്തിനാ? ഉത്തരയ്ക്കാണെങ്കി അതൊക്കെ ഭംഗിയായിട്ട് അറിയാം. മോളെന്നോട് കള്ളൊന്നും പറയണ്ട. ഉള്ളില് ചെറിയൊരു വിഷമം തട്ടിയിട്ടുണ്ടല്ലേ? അത് പിന്നെ അമ്മേ, സാധാരണ ഹരി എങ്ങോട്ട് പോയാലും എന്നെ കൂടെ വിളിക്കും. ഇതിപ്പം എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിത്യ വരേണ്ട കാര്യമില്ലെന്ന് ഉത്തര പറഞ്ഞപ്പോ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. മോളെ, ഈ ദാമ്പത്യ ബന്ധത്തിന് പല ഘട്ടങ്ങളുണ്ട്. അതിന്റെ ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് നീ ഇപ്പൊ ഈ കാണിക്കുന്നതാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആള് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക, എങ്ങോട്ട് പോയാലും നമ്മളെയും കൂട്ടുക, അതൊക്കെ ഒരാഗ്രഹമായിട്ട് മനസ്സിൽ കിടക്കും. അപ്പൊ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ താമസിക്കും. കുറച്ചുനാൾ കഴിയുമ്പോൾ മനസ്സിലാവും അങ്ങനെ വിഷമം കാണിച്ചതൊന്നും ശരിയല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന്. അവര് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. എല്ലാവരുടെയും പ്രതീക്ഷ വലുതല്ലേ. അപ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ നമ്മളും ചെയ്യേണ്ടി വരും. അല്ലാതെ ഹരിയെക്കുറിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നിന്റെ മനസ്സിൽ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ലമ്മേ. ഹരി നന്നായിട്ട് പെരുമാറും, അതെനിക്കറിയാം. ഭർത്താവിനോട് സുന്ദരിയായ ഒരു പെണ്ണ് അടുപ്പം കാണിക്കുന്നത് അല്പം കല്ലുകടിയുള്ളൊരു കാര്യമാണ്. പക്ഷെ കൃഷി ഓഫീസറുടെ വഴിക്കങ്ങ് വിട്ടാലേ നമ്മുടെ മനസ്സ് ക്ലിയർ ആവും. മതി മതി, ഇനിയൊന്നും പറയണ്ട. എന്നാലും ഇതിന്റെ കിടയിൽ നമ്മ ഇത് കണ്ടുപിടിച്ചല്ലോ.